യെസ്, നട്രാജ് പരശുറാം കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കേരളം മുഴുവൻ ആകാംക്ഷയോടുകൂടി ഈ വിധിക്കായി കാത്തിരിക്കുന്ന നിമിഷം കൂടിയാണ്. തൃശ്ശൂരിൽ നട്രാജ് എപ്പോഴത്തേക്കാണ് ഒരു വിധി പ്രസ്താവം ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 1 മുതൽ 6 വരെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം ശിക്ഷ തന്നെ നൽകണമെന്ന പ്രോസിക്യൂഷൻ്റെ ആവശ്യമാണ്. നമ്മൾ ഈ വാദം പൂർത്തിയായ ഘട്ടത്തിൽ, വാദത്തിൻ്റെ ഘട്ടത്തിലും വിചാരണയുടെ കാലയളവിലും ഒക്കെ കണ്ട ദൃശ്യങ്ങൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഒരു പരമാവധി ശിക്ഷ, പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് പോലെയുള്ള ഒരു പരമാവധി ശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത്. സൈഫുദ്ദീൻ, തൃശൂർ വിയ്യൂർ ജയിലിലാണ് ഈ പ്രതികളൊക്കെ തന്നെ കഴിയുന്നത്. അന്ന് ഇവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ദിവസം മുതൽ ഇവിടെയാണ് പ്രതികളെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവരെ ഇന്ന് രാവിലെ 8:30 ജയിലിൽ നിന്നും ഇറക്കി എറണാകുളത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് ജയിൽ അധികൃതരിൽ നിന്നും മനസ്സിലാക്കുന്നത്. വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും അധികൃതർ കടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയി എറണാകുളത്ത് എത്തിയ ശേഷം വൈദ്യപരിശോധന നടത്തിയാകും ഇവരെ കോടതിയിലേക്ക് കൊണ്ടുപോവുക. എന്തായാലും ഇന്ന് രാവിലെ 8:30 ഇവിടെ നിന്നും ജയിൽ അധികൃതർ അവരുടെ വാഹനത്തിൽ പ്രതികളെയും കൊണ്ട് കോടതിയിലെത്തിക്കും. കോടതിയിൽ വിധി പ്രസ്താവ സമയത്ത് പ്രതികൾ ഹാജരാവുക എന്നുള്ളത് ഒരു പ്രോട്ടോക്കോളായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. പ്രധാനമായും പോകുന്ന 6 പ്രതികൾ ഇവരൊക്കെയാണ്. പൾസർ സുനി, ഈ കേസിൽ നടിയെ ആക്രമിച്ചു എന്നുള്ള ഗുരുതരമായ കുറ്റം കണ്ടെത്തപ്പെട്ട ആൾ കൂടിയാണ് പൾസർ സുനി. മാർട്ടിൻ ആന്റണി വാഹനം ഓടിച്ച ആളാണ് 2ാം പ്രതി. അതുപോലെ തന്നെ മണികണ്ഠൻ 3ാം പ്രതിയാണ്. കൃത്യം നടന്ന സമയത്ത് വാഹനം ഓടിച്ച ആളാണ്. നടിയെ കാറിൽ പൾസർ സുനി ആക്രമിക്കുമ്പോൾ വാഹനം ഓടിക്കുന്നത് മണികണ്ഠനായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നത്. വിജീഷ് 4ാം പ്രതിയാണ്. 5ാം പ്രതി പ്രദീപാണ്. അതുപോലെ തന്നെ 6ാം പ്രതി വടിവാൾ സലീമാണ്. ട്രാവലർ ഓടിച്ച ഗുണ്ട കൂടിയാണ് വടിവാൾ സലീം. ഇവരൊക്കെ തന്നെ തൃശ്ശൂർ ജയിലിലുണ്ട്. ഇന്ന് 8:30 ഇവരെ കൊണ്ടുപോകും. അതിനുള്ള മറ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയായതായി വിയ്യൂർ ജയിൽ അധികൃതർ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 8:30 ഇവർ പോകുമ്പോൾ ഈ നാട് ഏറെ ചർച്ച ചെയ്ത കേസിൽ എന്താകും വിധി എന്നുള്ള കാര്യത്തിൽ നേരത്തെ സൈഫ് പറഞ്ഞ പോലെ വലിയ ആകാംക്ഷ നിലനിൽക്കുന്നു. ദിലീപിനെ കേസിൽ കുറ്റവിമുക്തനാക്കിയത് സംബന്ധിച്ച് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും സമൂഹത്ത് വിവിധ നാനാ മേഖലയിലുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കോടതി വിധി വലിയ രീതിയിൽ നിരീക്ഷിക്കപ്പെടുകയും വിധിയിൽ ഒരുപാട് അഭിപ്രായം പറയപ്പെടുകയും ചെയ്തൊരു സാഹചര്യമാണ്. പ്രധാന ഗൂഢാലോചന നടത്തിയ വ്യക്തി എന്ന ആരോപണം നേരിട്ടിരുന്ന ദിലീപ് കുറ്റവിമുക്തനായി തിരിച്ചെത്തിയതോടുകൂടി സിനിമാ സംഘടനകളിലും വലിയ പ്രതിഫലനങ്ങളും മാറ്റങ്ങളും ഒക്കെ വരുന്നു. താരങ്ങളുടെ പ്രതികരണങ്ങൾ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താവും? അവർ ആവശ്യപ്പെടുന്നത് പോലെ ഇത്രയും വർഷം ജയിലിൽ കിടന്നത് കൊണ്ട് അവർക്ക് ആ ഇളവ് ലഭിക്കുമോ? അങ്ങനെ ഇളവ് ലഭിച്ചാൽ ഈ വിധി പൊതുസമൂഹം എങ്ങനെ സ്വീകരിക്കും തുടങ്ങിയ കാര്യങ്ങളിൽ ചോദ്യം ഏറെയാണ്. എന്തായാലും എല്ലാ കണ്ണുകളും ഇന്ന് എറണാകുളം സെഷൻസ് കോടതിയിലേക്ക് പോവുകയാണ്. അല്പസമയത്തിനകം വിയ്യൂർ ജയിലിൽ നിന്നും പ്രതികളെ പുറത്തിറക്കും. അല്പസമയത്തിനകം തന്നെ വിയ്യൂരിൽ നിന്ന് പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകും. കാരണം വിധി പ്രസ്താവിക്കുമ്പോൾ കോടതിയിൽ ഈ പ്രതികളും ഉണ്ടാകും. അപ്പോൾ അതിനു മുൻപ് മറ്റ് ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇവരെ കോടതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള കാര്യം പറയുന്നത്. എപ്പോഴും ജെൽസി ഒറ്റ ചോദ്യം ബാക്കിയാകുന്നു. ഈ സുനിയും പറയുന്ന മാർട്ടിൻ ആന്റണിയും മണികണ്ഠനും ഒക്കെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ചെയ്തതാണോ ഇത്? ഇതിന് പിന്നിൽ ഒരു ബ്രെയിൻ ഉണ്ടായിരുന്നു. ആരാണ് ഗൂഢാലോചനക്കാരൻ? ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമായില്ല. ആ ഉത്തരം ബാക്കിയാകുന്നിടത്തോളം കാലം ദിലീപിനെ പുറത്തുവിട്ടതിലുള്ള നിരാശയും സംശയവും സമൂഹം